ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ മഞ്ജു? മൂന്നാം പറഞ്ഞത് ശരിയാ. ജിക്ക് ഒരു നല്ല മനുഷ്യനാ. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഗോപാലിന്റെ ഗുണ്ടകൾ വന്നപ്പോ എന്താ സംഭവിച്ചെന്ന് ജാനകി പറഞ്ഞു. അവര് പേടിച്ചോടിയപ്പോ മോളെ സംരക്ഷിക്കാൻ വന്നത് ജിക്കെ ആണെന്ന്. ഇക്കാലത്ത് സ്വന്തം കുടുംബക്കാര് പോലും ചെയ്യാത്ത കാര്യ അയാൾ അമ്മൂന് വേണ്ടി ചെയ്തത്. മറ്റൊരാൾക്ക് വേണ്ടി ആരാ ഇത്രയും റിസ്ക് ഒക്കെ എടുക്ക? അമ്മൂന് വേണ്ടിട്ടേ അവൻ എത്ര വലിയ റിസ്ക് വേണമെങ്കിലും എടുക്കും. അതെന്താ? അവന്റെ മനസ്സ്. ആരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ജിക്കുണ്ട്. എന്തായാലും അയാള് കാരണോ അമ്മു രക്ഷപ്പെട്ടത്. ഇപ്പൊ മഞ്ജുവിന് എന്റെ കൂട്ടുകാര് മോശക്കാരല്ലാന്ന് മനസ്സിലായില്ലേ? എന്തായാലും ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ടും അയാളോട് നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ല. മൂന്നിന് അയാളെ ഒന്ന് വിളിച്ച് എനിക്ക് ഫോണും തരുമോ? എനിക്കൊന്ന് സംസാരിക്കാം. അതിനെന്താ? ഈശ്വര, അവന്റെ നമ്പർ ഈ പേരിൽ കണ്ട എല്ലാം തീരും. എന്താ മോന്താ? പക്ഷെ ഒന്ന് വേഗം ആവട്ടെ. എനിക്കേ ഒരു വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ളതാ. സെർച്ച് ചെയ്യാ. ഒരു നമ്പർ എടുക്കാൻ ഇത്രയും പാടുണ്ടോ? ഞാൻ എടുത്തുതരാം. ഇങ്ങ് തന്നെ. ഏയ് വേണ്ട വേണ്ട വേണ്ട. ജിക്കെ കിട്ടി കിട്ടി കിട്ടി. ഞാനേ വിളിച്ച് സംസാരിച്ചിട്ട് തരാം. മുകുന്ദനമ്മേ, എന്താടാ? ഹലോ. ജിക്കെ, അമ്മുന്റെ അമ്മക്കേ നിന്നോട് എന്താ സംസാരിക്കണോന്ന്. അമ്മൂമ്മയോ? അമ്മൂമ്മ അല്ലടാ, അമ്മുന്റെ അമ്മ. ഞാൻ മഞ്ജുവിന് കൊടുക്കാവേ. ദൈവമേ, പുലിവാലാവൂല്ലോ. ഹലോ. ഹലോ, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാനങ്ങ് ദുബായിലായിരുന്നു. ഞാൻ വിളിച്ചത് ജിക്കയോട് നന്ദി പറയാൻ വേണ്ടിട്ടാ. ജിക്കയാണ് ഗോപാലിന്റെ ഗുണ്ടകളിൽ നിന്നും അമ്മുനെ രക്ഷിച്ചെന്ന് ജാനകി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അമ്മുന്റെ മാത്രമല്ല, എന്റെയും ഗിരിയേട്ടന്റെ ജീവനാ നിങ്ങൾ രക്ഷിച്ചത്. ആരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ മാഡം. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാ. ഈ ലോകത്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാ കൂടുതലും ഉള്ളത്. തന്നെ പോലുള്ളവരാണ് ഈ നാടിന് വേണ്ടത്. പോലീസിൽ നിന്ന് എന്താവശ്യം വേണമെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. ഓ, താങ്ക് യു മാഡം. നല്ലൊരു മനുഷ്യൻ. വല്ലപ്പോഴും ഇയാളെ വീട്ടിലേക്ക് വിളിക്ക. അതിനെന്താ, വിളിക്കാം. ഈശ്വര, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്തോ. പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് മഞ്ജുവിനോട് സംസാരിക്കാൻ എന്താ സുഖം. മഞ്ജുവിൽ നിന്ന് ഇങ്ങനൊരു കോൾ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മഞ്ജു എന്തിനാ വിളിച്ചത്? വെറുതെ വിളിച്ചതാ. മഞ്ജു ഒരിക്കലും ഗിരിയേട്ടനെ വെറുതെ വിളിക്കില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഗിരിയേട്ടൻ സൂക്ഷിക്കണം. പ്രതീക്ഷ മോളെ കാണിച്ച് ഗിരിയേട്ടനെ പറ്റിക്കാനാ മഞ്ജുവിന്റെ പരിപാടി. അവൾ ഒരിക്കലും ഗിരിയേട്ടനെ അംഗീകരിക്കാൻ പോകുന്നില്ല. എന്തേ, ഞാൻ പറഞ്ഞത് വിശ്വാസമാവുന്നില്ലേ? മഞ്ജു ഇപ്പൊ ഒരു IPS ഓഫീസറാ. അവളുടെ ഭർത്താവ് ഒരു കോളേജിൽ പോവാത്ത ആളാണെന്ന് പറയാൻ മഞ്ജുന് നാണക്കേടുണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അവള് വെറുതെ ഗിരിയേട്ടനെ പറ്റിക്കേയുള്ളൂ. അവള് പറ്റിച്ചിട്ട് പോകുമ്പോ ഞാൻ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ.
അതിന് ഇവളെ ആർക്ക് വേണം? അല്ല, ഇനി ഇവള് പറഞ്ഞതുപോലെ മഞ്ജുവിന് ഞാൻ കോളേജിൽ പോകാത്തതൊരു കുറവായിട്ട് തോന്നൂ? ഏയ്, കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ അതിനേക്കാൾ എത്ര വലിയ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവളുടെ അസൂയ മാത്രമാ. മഞ്ജു വീണ്ടും എന്നോട് സംസാരിക്കുന്നതിന്റെ അസൂയ. നോക്കട്ടെ. ആ, മോള് വരാൻ വൈകിയല്ലോ. ഞങ്ങളുടെ വണ്ടിയെ വീണ്ടും കേടുവന്നു ജിക്കെ. അത് വലിയ കഷ്ടമായല്ലോ. ഏയ്, എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നതാ ഇഷ്ടം. മോളുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു. എന്തിനാ? മോളുടെ നല്ലൊരു ഫ്രണ്ട് ആയതിന് നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങളെ തമ്മിൽ പരിചയപ്പെടുത്തണമെന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അമ്മ തന്നെ ജിക്കെ വിളിച്ചത് നന്നായി. ഞാനേ ഐസ്ക്രീം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മോള് ഈ അങ്കിളിന്റെ കൂടെ പോയി ഐസ്ക്രീം കഴിച്ചോ. ചെല്ലേ. താങ്ക് യു ജിക്കെ. മാഡം വീണ്ടും ഡ്യൂട്ടിക്ക് വന്നോ? ഞാൻ വിചാരിച്ചു ആ വഴിക്ക് പേടിച്ച് ഓടിയെന്ന്. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കും. അയ്യോ മാഡം, ഇത്ര സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. അല്ല, കത്തിയും വടിവാളുമായിട്ട് ഗുണ്ടകൾ വന്നാ ആരായാലും ഓടും. നടന്നതെന്താണെന്ന് സത്യസന്ധമായി ഞാൻ മഞ്ജു മേഡത്തോട് പറഞ്ഞു. ഞാൻ രാജിക്കത്ത് വരെ കൊടുത്തതാ. പക്ഷേ മാഡം ഒരവസരം കൂടി തരാന്ന് തീരുമാനിച്ചു. ഇനി ഞാനത് പാഴാക്കില്ല. ആ ഒരു ചിന്ത മനസ്സിലുണ്ടായാ മതി. പിന്നെ ജിക്കാണ് മോളെ രക്ഷിച്ചതെന്ന് ഞാനാ മഞ്ജു മേഡത്തോട് പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് മാഡം. നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരു ബന്ധമില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കുവോ? സാറിന് വലിയ മനസ്സാണ്. ജിക്കെ, ഐസ്ക്രീം മുഴുവനും കഴിച്ചു കഴിഞ്ഞു. ഒന്നോട് പറഞ്ഞാലോ ജിക്കെ? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? കണ്ണടയ്ക്ക്, കാണിച്ചു തരാം. സർപ്രൈസ് അറിയാൻ റെഡിയാണോ? ആ, അപ്പോ 1, 2 റെഡി. കണ്ണു തുറന്നോ. ഹായ്, ഇത് എനിക്കാണ് ജിക്കെ. ഹായ് സൈ.